ഹായ് വെൽക്കം ഓൾ ടു ലെച്ചൂസ് എജു ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എജു ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ LDC LGS എക്സാമിനേഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 150 ടോപ്പിക്സ് എന്ന് പറഞ്ഞ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 150 പ്രധാനപ്പെട്ട, അതായത് എക്സാം ഓറിയന്റഡ് ആയിട്ട് എക്സാമിന് തീർച്ചയായിട്ടും വരും എന്ന ഉറപ്പുള്ള 150 ടോപ്പിക്സുകളാണ്. ഇത് LDCക്കും LGSനും യൂസ്ഫുൾ ആണ് കേട്ടോ. PSCയുടെ മറ്റേതൊരു എക്സാം എഴുതുന്നവർക്കും യൂസ്ഫുൾ ആണ്. ഞാനിപ്പം മെയിൻലി നമ്മൾ ഈ സീരീസ് നടത്തുന്നത് 2024 LDC അല്ലെങ്കിൽ LGS എക്സാം എഴുതുന്നവരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ചില ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ഉണ്ട്. അതായത് ഡേറ്റ് വിത്ത് ഇയർ അല്ലെങ്കിൽ ഇയർ വിത്ത് ഡേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വളരെ നിസ്സാരമായിട്ടൊക്കെ തോന്നുന്നവർ കാണും, പക്ഷെ നിസ്സാരമല്ല. ഇത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 1 അല്ലെങ്കിൽ മാക്സിമം 2 മാർക്ക് വരെ കിട്ടാൻ സാധ്യതയുള്ള ഏരിയയാണ്. എന്താണെങ്കിലും 1 മാർക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഷുവർ ആണ്. അങ്ങനെയുള്ളതാണ് നമ്മൾ 150 ടോപ്പിക്സിൽ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും പഠിച്ചു പോവുക. അപ്പൊ നമ്മൾ ഇനി അധികം വലിച്ചു നീട്ടുന്നില്ല, ക്ലാസ്സിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോവുകയാണ് കേട്ടോ. ഞാനിവിടെ എഴുതിയിട്ട് നോക്കിയേ, ഭരണഘടനാ നിയമനിർമ്മാണ സഭ 1946 ഡിസംബർ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപം കൊണ്ട വർഷമാണ് 1946 ഡിസംബർ 6. ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന വേണം എന്നൊരു ആവശ്യമായിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ രൂപീകരണത്തിന് പിന്നിൽ. ഇതിന്റെയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അത് വേണ്ടവർക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തിട്ട ക്ലാസ്സില്ലേ, ആ ക്ലാസ്സിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം, പിൻ ചെയ്തിട്ടേക്കാം. അപ്പം ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നല്ല രീതിയിൽ ഇനി അറിയണം എന്നുള്ളവർ ആ ക്ലിക്ക് ചെയ്യുക, ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ ക്ലാസ് കിട്ടും കേട്ടോ. അപ്പൊ വേണ്ടവര് അത് നോക്കുക. ഇവിടെ ഞാനിപ്പോ 150 ടോപ്പിക്സിൽ നമുക്ക് 1 മാർക്ക് നേടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്ത സീരീസ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽ ക്ലാസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് പണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. പണ്ട് അപ്ലോഡ് ചെയ്തെങ്കിലും കാര്യങ്ങളിലൊന്നും മാറ്റമില്ല. അതുകൊണ്ട് വേണ്ടവര് അത് നോക്കുക. 1946 ഡിസംബർ 6 എന്താ ഇന്ത്യയുടെ ഭരണഘടന അല്ലെ, നമ്മുടെ ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപം കൊണ്ടത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, പല തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപം കൊണ്ട വർഷം വിത്ത് ഡേറ്റ് ചോദിക്കുള്ളൂ, പഠിക്കുക. 1946 ഡിസംബർ 6. അതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ നമുക്ക് മറ്റൊരു കാര്യം പഠിക്കാം. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത്, ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടക്കുന്നത് 1946 ഡിസംബർ 9. ഈ 2 കാര്യങ്ങൾ കണ്ണടച്ചു നോക്കേ. 1946 ഡിസംബർ 6 ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപം കൊണ്ടു. സെയിം വർഷം 3 ദിവസവും കൂടി കഴിഞ്ഞ് 1946 ഡിസംബർ 9 ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നു. ഈ 2 കാര്യങ്ങൾ കിട്ടിയല്ലോ അല്ലേ? ഭരണഘടനാ നിയമനിർമ്മാണ സഭ പഠിക്കുമ്പോൾ അടുത്തത് പഠിച്ചു വെക്കേണ്ടതാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സ്ഥിര അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കുന്നത് 1946 ഡിസംബർ 11. ഞാനിവിടെ +3 +2 ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഇതാണ്. 6 + 3 9, 9 + 2 11. അപ്പൊ ഡേറ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ ചെയ്തേ ഉള്ളൂ. ഡിസംബർ 6, ഡിസംബർ 9, ഡിസംബർ 11. വർഷം 1946 തന്നെ. 1946 ഡിസംബർ 6 ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപം കൊണ്ടു. 1946 ഡിസംബർ 9 ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നു. 1946 ഡിസംബർ 11 ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സ്ഥിര അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തു. അപ്പൊ ഈ സ്ഥിര അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആകുന്നതിന് മുമ്പ് ഒരു താൽക്കാലിക അധ്യക്ഷനില്ലായിരുന്നോ? ആരായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ? സച്ചിദാനന്ദ സിൻഹ അല്ലെ, സച്ചിദാനന്ദ സിൻഹ. അതുപോലെ തന്നെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ആയിരുന്നു HC മുഖർജി. ഈ 3 പേരെന്ന് ഓർത്തു വെച്ചേക്കാം. സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷൻ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്ഥിരം അധ്യക്ഷൻ, പിന്നെ HC മുഖർജി ആദ്യ വൈസ് പ്രസിഡന്റ്. ഓക്കെ, ഈ 3 വർഷം വിത്ത് ഡേറ്റ് കിട്ടുന്നുണ്ടോ? നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഡേറ്റ് നമ്മൾ പഠിച്ചു വെക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം.
1946 ഡിസംബർ 13 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ആദ്യമായി സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നു. PSC പലതവണ ചോദിച്ചിട്ടുണ്ട് ലക്ഷ്യപ്രമേയമൊക്കെ. 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഈ ലക്ഷ്യപ്രമേയം പിന്നീട് 1947 ജനുവരി 22 ഭരണഘടനാ അസംബ്ലി അംഗീകരിക്കുകയുണ്ടായി, അല്ലെങ്കിൽ ഭരണഘടനാ സമിതി ഐകകണ്ഠേന അംഗീകരിക്കുകയുണ്ടായി. അപ്പം ലക്ഷ്യപ്രമേയം ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചത് എന്നാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. 1947 ജനുവരി 22. നമ്മളിപ്പോ 5 കാര്യങ്ങളല്ലേ പഠിച്ചേ. ഒന്നുകൂടി വന്നേ. 1946 ഡിസംബർ 6 എന്താണ്? ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപം കൊണ്ടു. 1946 ഡിസംബർ 9 അതിന്റെ ആദ്യ യോഗം നടന്നു. 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആദ്യ സ്ഥിരം അധ്യക്ഷനായി. 1946 ഡിസംബർ 13 എന്താ സംഭവിച്ചത്? സഭയിലെ ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചു. 1947 ജനുവരി 22 എന്ത് സംഭവിച്ചു? ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ ഭരണഘടനാ അസംബ്ലി ഐകകണ്ഠേന അംഗീകരിക്കുകയുണ്ടായി. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖമായി മാറിയതെന്നുകൂടി മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ് വിത്ത് ഇയർ അല്ലെങ്കിൽ ഇയർ വിത്ത് ഡേറ്റ്. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ചതെന്ന് PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിക്കുന്നത് 1949 നവംബർ 26. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ച എന്നു ചോദിച്ചാൽ 1949 നവംബർ 26. ഈ നവംബർ 26 നമ്മൾ ഇന്ത്യയിൽ എന്തായിട്ട് ആചരിക്കുന്നത്? ദേശീയ നിയമദിനമായിട്ട് ആചരിക്കുന്നത്. ദേശീയ നിയമദിനം എന്നാണെന്നുള്ള രീതിയിലും PSC പല തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ദേശീയ നിയമദിനം എന്നാണ് നവംബർ 26. ഓർത്തു വെക്കുക, ദേശീയ നിയമദിനം നവംബർ 26. ഭരണഘടനാ അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ചത് 1949 നവംബർ 26. ഈ ഡേറ്റ് നമ്മൾ ഒരു കാര്യവും കൂടി ഓർത്തു വെച്ചേക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഏക തീയതി, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഏക തീയതി ഏതാണ്? 1949 നവംബർ 26. 3 കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. 1949 നവംബർ 26. നവംബർ 26 ദേശീയ നിയമദിനം. 1949 നവംബർ 26 ഭരണഘടനയെ ഔദ്യോഗികമായി അംഗീകരിച്ചു. 1949 നവംബർ 26 ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഏക തീയതി. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും പണ്ട് പഠിച്ചതാണല്ലോ എന്നുള്ള ഓർമ്മ കാണും അല്ലേ? കുറെ പേര് എപ്പോഴും കമന്റ് ചെയ്യാറുണ്ട് ഇത് റിവിഷനാണ്, നല്ലൊരു റിവിഷനാണെന്ന് പറഞ്ഞ്. കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം. കാരണം അവർ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണല്ലോ അവർക്ക് അതൊരു റിവിഷൻ ആയിട്ട് വരുന്നതാണ്. പുതിയതായിട്ട് പഠിക്കുന്നവർ വിഷമിക്കേണ്ട. പുതിയതായിട്ട് പഠിക്കുന്നവർ ഈ 150 ടോപ്പിക്കെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്കുക. അതിനോടൊപ്പം വൈകുന്നേരം തരുന്ന ക്ലാസ്സും PYQ കൂടി പഠിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കേണ്ടി വരത്തില്ല കേട്ടോ. നല്ലൊരു റാങ്ക് നിങ്ങളെ തേടിയെത്തും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മിസ് ചെയ്യാതെ നമ്മുടെ ക്ലാസ്സുകൾ കാണുക. ഇതിന് മുൻപുള്ള ക്ലാസ്സുകൾ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ക്ലാസ്സുകളുടെ എല്ലാം പ്ലേലിസ്റ്റ് ഞാൻ ഈ ചാനൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് അത്രയും എളുപ്പമാക്കി നമ്മൾ തരുവാണ്. പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്ത് നിങ്ങൾ കഷ്ടപ്പെടേണ്ട. ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുത്താൽ പ്ലേലിസ്റ്റ് കിട്ടും. അത്രയും എളുപ്പമാക്കിയാണ് ഞാൻ കാര്യങ്ങൾ തരുന്നത്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുമ്പിലത്തുള്ള ക്ലാസ്സുകൾ കിട്ടും. അത് കണ്ടു പഠിക്കുക. 150 ടോപ്പിക്സ്, ഒരു ടോപ്പിക് പോലും വിട്ടുകളയരുത്. ഈവനിങ് ക്ലാസ്സിന്റെ സീരീസിന്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അതും വിട്ടുകളയാൻ പാടില്ല. PYQ സെഷനും വിട്ടുകളയാൻ പാടില്ല. അങ്ങനെ നിങ്ങളിത് 3 ഒരുമിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് LDC അല്ലെങ്കിൽ LGS എക്സാമിനേഷൻ വരുന്നത് നേടിയെടുക്കാൻ പറ്റും. അത് നിങ്ങൾ അതുപോലെ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ കിട്ടും, 100% ഉറപ്പാണ്. നെക്സ്റ്റ് 1950 ജനുവരി 24 പഠിച്ചു വെക്കണം. 1950 ജനുവരി 24 ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചു. എല്ലാ അംഗങ്ങളും ഒപ്പുവെച്ചിട്ടില്ല. 284 അംഗങ്ങളാണ് ഒപ്പുവെച്ചത് കേട്ടോ. ടോട്ടൽ എല്ലാ അംഗങ്ങളും ഒപ്പുവെച്ചിട്ടില്ല. 284 അംഗങ്ങളായിരുന്നു ഒപ്പുവെച്ചത്. നമ്മളിങ്ങനെ പഠിച്ചു വെക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1950 ജനുവരി 24.
അങ്ങനെ 1950 ജനുവരി 26 എന്ത് ചെയ്തു? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഭരണഘടന നിലവിൽ വന്നത് ഇതൊക്കെ PSC ചോദിക്കാറുണ്ട്. 1950 ജനുവരി 26. അപ്പൊ വേണമെങ്കിൽ വേറെ രീതിയിൽ ചോദിക്കാം, ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാന്ന് ചോദിക്കാം. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാന്ന് ചോദിച്ചാലും ഏതാണ്? 1950 ജനുവരി 26. അപ്പൊ ഇത്രയും ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ബേസിക് കാര്യങ്ങളിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇയർ വിത്ത് ഡേറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് ഇപ്പൊ തന്നെ പഠിക്കുക. എന്നിട്ട് ഒന്ന് കുറച്ചു നേരം കണ്ണടച്ചിരുന്നിട്ട് എല്ലാ ഡേറ്റും ഇയറും കയ്യിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എന്താണ് അതിന്റെ എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ എന്താണ് ഡേറ്റ് അല്ലെങ്കിൽ ഇയറിന്റെ എന്താ പറയുന്നത് ഇയറിന്റെ പ്രത്യേകത എന്നുള്ളത് നോക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും പോയിട്ട് വല്ല നോട്ടീസോ വല്ലതും ഒക്കെ വീട്ടിൽ കിടപ്പുണ്ടാവില്ലല്ലേ, റഫ് പേപ്പർ എന്തെങ്കിലും ഉണ്ടാവില്ലേ, ചുമ്മാ ഒന്ന് കുത്തി ഇരുന്നിട്ട് ഇത്രയും കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ചെയ്തു നോക്കുക. നല്ലൊരു മെത്തേഡായിരിക്കും ഇത്. ഏത് പഠനത്തിലും ഏത് ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് ഇത് പ്രയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്